എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോസ് മാളിയേക്കൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മളെ തേടി വരുന്ന സ്ഥാനാർത്ഥികളായി നിൽക്കാൻ വരുന്നവരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയാൻ പോകുന്നത്. അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി പറയാൻ പോകുന്നത്, ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സ്ഥാനം കിട്ടാതെ, അതായത് പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡുകളിൽ സ്ഥാനം കിട്ടാതിരിക്കുന്ന, സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ OIOPയുടെ ആശയത്തെ പിന്താങ്ങി എന്ന് കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് ഉന്തിത്തള്ളി കയറി വന്ന്, ഞാൻ മറ്റേ രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പറായിരുന്നു എന്നതുകൊണ്ട് ആ സ്ഥാനം സാധാരണഗതിയിൽ കിട്ടുമെന്നുള്ള മോഹത്തോടുകൂടി വലിഞ്ഞു കയറി വരുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ സന്ദർഭങ്ങളിൽ വളരെയധികം ഒഴുകിയെത്തുന്ന ഒരു കാലാവസ്ഥയാണുള്ളത്. അങ്ങനെ ചില വ്യക്തികൾ ഇപ്പോൾ കേരള കോൺഗ്രസിൽ നിന്നും മറ്റും വന്ന് OIOP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതായി അറിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും മെമ്പർ സ്ഥാനം ആദ്യം പുരുഷന്മാർ നിന്ന വാർഡുകളിൽ സ്ത്രീകളായതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഈ OIOPയിലേക്ക് ചേക്കേറിക്കൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട്, പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെക്കാതെ രണ്ട് തോണിയിലും കാലിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട്. ഇതുകൊണ്ട് OIOPക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ സ്വതന്ത്രനായി സത്യസന്ധമായ രീതിയിൽ നമ്മുടെ ആളെന്ന നിലയിൽ ജയിപ്പിച്ച് കഴിയുമ്പോൾ സാധാരണഗതിയിൽ കാണുന്ന രീതിയിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇപ്പോൾ OIOPക്ക് ഭൂരിപക്ഷം ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ വ്യക്തികൾ കാലുമാറി രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പല ഘട്ടങ്ങളും ഉണ്ട്. അതിന് നമ്മൾ സാധാരണഗതിയിൽ OIOP ആശയം വരുന്നതിന് മുമ്പ് തന്നെ പല രാഷ്ട്രീയക്കാർ സ്ഥാനം കിട്ടാതാകുമ്പോൾ സ്വതന്ത്രരായി നിന്നുകൊണ്ട്, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന വ്യക്തികളോട് വൈരാഗ്യമുള്ളവർ ഇവരെ പിന്താങ്ങിക്കൊണ്ട് ജയിപ്പിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച വ്യക്തികൾ പിന്നീട് ആ പാർട്ടിക്ക് അനുഭാവമായി പ്രവർത്തിക്കുന്ന കാഴ്ച എൻ്റെ നാട്ടിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ സ്ഥലത്തും കാണും. അതുകൊണ്ട് നമ്മൾ നിർത്തുന്ന വ്യക്തികൾ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ നെഞ്ഞിലേറ്റി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജനപ്രാതിനിധ്യമുള്ള വ്യക്തികൾ എന്ന ധാരണയിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നേതാക്കന്മാർ ഇതിലേക്ക് വന്ന് ചേക്കേറുമ്പോൾ അവരുടെ മനസ്സ് എന്താണെന്ന് നാം പഠിക്കണം. ആയതിൻ്റെ പേരിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, അത്തരത്തിലുള്ള ആളുകളെ യാതൊരു കാരണവശാലും നമ്മൾ നിർത്തുവാൻ പാടില്ല. കാരണം അവർ ജനസമ്മതനായിരിക്കും, അവരുടെ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ പുതിയൊരാളെ നിർത്തിക്കൊണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാത്ത ആളുകളെ നിർത്തിക്കൊണ്ട് നമ്മൾ ജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു 80% ഗ്യാരണ്ടിയെങ്കിലും കിട്ടുകയുള്ളൂ. ഈ നേതാക്കന്മാർ എങ്ങനെ തിരിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം നേതാക്കന്മാരും കാലുമാറി അവരോട് നമ്മൾ കാണുമ്പോൾ സ്വതന്ത്രരായി നിൽക്കും. പക്ഷേ പഞ്ചായത്ത് തലത്തിൽ അവരനുകൂലിച്ചു കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും നമ്മൾ വഞ്ചിതരാകുകയും ചെയ്യുന്ന ഒരു ഘട്ടം വരുവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നാടുകളിൽ വാർഡുകളിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആയതുകൊണ്ട് OIOP എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പായാലും, ഇപ്പോൾ ഒരു ഗ്രൂപ്പും രാഷ്ട്രീയ പാർട്ടിയായി വന്നിട്ടില്ല. ആയതിൻ്റെ പേരിൽ പുതിയതും പഴയതും അതിൻ്റെ അപ്പുറത്തു നിന്നുള്ള ഏത് ഗ്രൂപ്പായാലും നമ്മളിപ്പോൾ ഉറ്റുനോക്കേണ്ട വിഷയം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മയ്ക്കും ഒരു രാഷ്ട്രീയക്കാരനും ശരിയായ രീതിയിൽ ജനങ്ങളെ സേവിക്കുകയില്ല എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും വോട്ട് ചെയ്യാതെ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തെ സ്വീകരിക്കുന്ന നമ്മൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിൽ ഒരാളെ, നമ്മുടെ സഹോദരനോ അല്ലെങ്കിൽ അനിയനോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ പോലെയുള്ള നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയെ നിർത്തിക്കൊണ്ട് അത്
തികച്ചും രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത വ്യക്തികളെ നിർത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവർ കാലുമാറിക്കഴിയുമ്പോൾ നമ്മൾ വഞ്ചിതരാകും. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, അയ്യോ ഇനി പിന്നെ തിരിച്ച് വോട്ട് അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം കൂറുമാറുമ്പോൾ രാഷ്ട്രീയ പാർട്ടി മാറിയാൽ മാത്രമേ അസാധുവാകുകയുള്ളൂ. അതിന് ഇവർ എന്താ ചെയ്യുന്നത്? രാഷ്ട്രീയ പാർട്ടി, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള ഘടകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു പോകുന്ന രാഷ്ട്രീയത്തിലേക്ക് അതൊരു അഡ്ജസ്റ്റ്മെന്റ് കളിയാണ് അവരുടെ. കാരണം രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇവര് വനിതാ വാർഡാകുമ്പോൾ ഇവരോട് പറയും, നിങ്ങൾ ഇന്നോടത്ത് നിന്ന് ജയിച്ചാലും ആ സപ്പോർട്ട് ഇവർക്ക് തന്നെ കിട്ടുമെന്ന ഉറപ്പോട് കൂടിയിട്ടാണ് അവർ ഇവിടേക്ക് വന്ന് നിൽക്കുന്നതും അവരുടെ ആളുകൾ ഇതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ജയിക്കുന്നതും. അപ്പം നമ്മുടെ കാര്യം ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ ഇതുകൊണ്ട് ആവുകയില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഒരു രാഷ്ട്രീയത്തിലില്ലാത്ത വ്യക്തികളെ നോക്കി നമുക്ക് സമ്മതനായ വ്യക്തിയെ മാത്രമേ നിർത്തുവാൻ പാടുള്ളൂ. OIOPയുടെ കെയർ ഓഫിൽ, അതായത് വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തെ സ്വീകരിക്കുന്ന നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാകും. ഈ OIOP സംഘടനയിൽ വാർഡ് തലത്തിലുള്ള നേതാക്കന്മാർക്കും നേതാക്കന്മാരായി വന്നവരിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം രാഷ്ട്രീയ പാർട്ടികളിൽ കിടന്ന് അതിൻ്റെ ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ നേതാവോ ആകാൻ പറ്റാത്ത പല വ്യക്തികളും ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തിലെ ഈ വാർഡ് തലത്തിൽ പ്രസിഡന്റ് സെക്രട്ടറിമാരായി ഇരുന്നു കൊണ്ട് അവരുടെ ഒത്താശയോടുകൂടി അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ ജനസമ്മതനാണെന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ നിർത്തുവാൻ പ്രയത്നിക്കുന്നതായിട്ട് നമുക്കറിയാം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അണികൾ വീണ്ടും വീണ്ടും വിഡ്ഢികളായിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ആശയം വിജയിക്കണമെങ്കിൽ യാതൊരു നിലയ്ക്കും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ നിർത്തരുത്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് രേഖാമൂലം എഴുതി 5 കൊല്ലം വരെ ഇനി ഇതിൽ തന്നെ പ്രവർത്തിച്ചു കൊള്ളാം, ഇല്ലെങ്കിൽ രാജിവെച്ച് പോകാം. അതായത് വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തിൽ നിന്ന് മാറി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാനം രാജിവെച്ച് ഞങ്ങൾ പോകാമെന്ന് ഒപ്പിട്ട് മേടിച്ച് മാത്രമേ നിർത്താൻ പാടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അത്തരത്തിൽ വരുമ്പോൾ നമ്മുടെ സംഘടനയ്ക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വെറും ശശിയായി മാറുന്ന ഘട്ടമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സ്ഥാനാർത്ഥി ആരും നിന്നാലും നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ തൂത്തെറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അതിൽ യാതൊരു തർക്കവുമില്ല. ആയതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ വ്യക്തികളെ നമ്മൾ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം ഉൾക്കൊള്ളുന്ന എല്ലാ ജനങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഇന്ന് കാണുന്ന പല ദുർനടപ്പുകളും അനീതികളും അക്രമങ്ങളും അഴിമതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന് ഇപ്പോൾ LDFിൻ്റെ പേരിൽ നമ്മൾ ഭരിക്കുന്നതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ നോക്കിക്കാണുന്നു. പക്ഷേ UDF ഭരണകാലത്തും ഇത് തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ BJP, ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. UDF ഭരണകാലത്തെയാണ് പാലാരിവട്ടം പാലം തന്നെ ഏറ്റവും വലിയൊരു അഴിമതി നമ്മൾ ഇന്ന് വരെ കാണാത്തത്. അതായത് നമ്മുടെ നികുതി പണം എടുത്ത് റോഡ് പണിത് 2 കൊല്ലം പോലും ഉപയോഗിക്കാൻ പറ്റാതെ വീണ്ടും പൊളിക്കാൻ നമ്മുടെ നികുതി പണം ഉപയോഗിക്കുക, വീണ്ടും അത് ഉണ്ടാക്കാൻ നികുതി പണം. അപ്പം നമ്മുടെ എത്രയോ പൈസ, നമ്മൾ അധ്വാനിച്ച പൈസ നഷ്ടമാകുന്നു. ഈ നമ്മുടെ പാലത്തിൽ പണിയിൽ അതിൽ ഉൾപ്പെട്ട ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്നതുപോലെ ഇപ്പോൾ സ്വർണ്ണക്കടത്ത്, അതുപോലെ കുഴൽപ്പണം, മയക്കുമരുന്ന്, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മക്കളും ബന്ധുക്കളുമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആയതുകൊണ്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ ഒത്താശയോടുകൂടി പിന്താങ്ങുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തന്നെ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു റേഷൻ ഷാപ്പിൽ പോയാൽ തന്നെ അവർ അന്വേഷിക്കുമ്പോൾ അവന് കാറുണ്ടോ, അവൻ്റെ സ്വത്ത് എന്താണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് പിന്താങ്ങുന്ന വ്യക്തികൾക്ക് ഇതൊന്നും ബാധകമല്ല. അവരുടെ വീട്ടിൽ മരിച്ച ആളുകളുണ്ടെങ്കിൽ പോലും റേഷൻ കൊടുക്കുന്ന അവസ്ഥയാണ്. അത് നിസ്സാര കാര്യം. എന്നതുപോലെ എന്തൊരു കാര്യം നടക്കണമെങ്കിലും രാഷ്ട്രീയക്കാരുടെ ഒത്താശ മൂട് താങ്ങുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇന്നീ കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥി വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തിനെ യോജിച്ച് മുന്നോട്ട് പോകാൻ എഴുതി ഒപ്പിടിച്ച് മേടിച്ച് നമ്മൾ വോട്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം സംഘടനയുടെ പേരിൽ. അതായത് പിന്താങ്ങുന്ന വ്യക്തികൾ ഒപ്പിടിയിക്കണം. കാരണം 5 കൊല്ലക്കാലം ജയിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കാലുമാറാതെ ഇതിനെ അനുകൂലിക്കാതെ മറ്റൊരു തരത്തിലേക്ക് മാറില്ല എന്ന് എന്തെങ്കിലും രേഖാമൂലം എഴുതി മേടിച്ചിട്ട് വേണം ഇവരെയൊക്കെ നിർത്താൻ. ഒന്നിരുന്നാൽ നമുക്ക് പറയാലോ, ഇവനൊക്കെ ഇങ്ങനെ എഴുതി തന്നിട്ട് ഈ തെണ്ടിത്തരം കാണിക്കണമെന്നെങ്കിലും പറയാൻ ഒരു രേഖയെങ്കിലും നമ്മൾ എഴുതി മേടിക്കണം. തികച്ചും രാഷ്ട്രീയമില്ലാത്തവരെ മാത്രമേ നിർത്താൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് ചേക്കേറുന്ന കുറേ വ്യക്തികൾ, ഈ മഴവെള്ളപ്പാച്ചിൽ ഒഴുകിയെത്തുന്ന
സാധനം പോലെ ഒഴുകി ഈ ആശയത്തിലേക്ക് ഓടി വന്ന് ഞാനാണ് നേതാവ്, ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന വളരെയധികം ആളുകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ആയതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടിനെ തള്ളിക്കൊണ്ട് നമ്മൾ OIOP ആശയത്തിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് OIOP.